ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് മണിയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് മെച്യൂരിറ്റി. ഇന്നലെ ഉച്ച കഴിഞ്ഞ് കണ്ടില്ലല്ലോ. ഇന്നലെ ഉച്ച കഴിഞ്ഞൊന്നും നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു. നിലം തൊട്ടില്ല, ഓട്ടായിരുന്നു ഓട്ടം. പണ്ടാണെങ്കിൽ ഞാൻ അതിനെ കംപ്ലീറ്റ്ലി ഡിസഗ്രി ചെയ്തേനെ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് മണി നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മളെ കൂടെ ഉണ്ടാവും. എനിക്ക് ദാരിദ്ര്യം വന്നാൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ എങ്ങനെ എന്നെ ചെയ്യും? ഈവൻ സ്നേഹം പോലും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. എന്താ നിങ്ങളെ അഭിപ്രായം? നായിന്റെ മോനെ, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ പോലും ഇത്രയും തരംതാഴ്ന്ന പ്രവൃത്തി ചെയ്യില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനം നേരിട്ടതിന്റെ വേദനയിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ കുടുംബം നിയമ നടപടിക്ക്. പ്രതികരിക്കരുത്, കാരണം മരിച്ചതൊരു പുരുഷനാണ്. ുള്ളിൽ വെച്ച ദീപക് ശരീരത്തിൽ ദുരുദ്ദേശത്തോടെ സ്പർശിച്ചെന്ന യുവതിയുടെ വ്യാജ ആരോപണമാണ് മരണത്തിന് കാരണമെന്ന് കുടുംബം പറയുന്നു. മരിച്ച ദീപകിന് നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്ന് കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നു. കേസായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ പൂർണ്ണമായിട്ട് അതിന്റെ കൂടെ നിൽക്കൂ. ഏതറ്റം വരെ പോകാൻ പറ്റും അത് അറ്റം വരെ പോവുകയും ചെയ്യും. ഇതിനായിട്ട് ആ കുട്ടീന്റെ വീഡിയോ കണ്ടാൽ അറിയാം, ആ കുട്ടി ക്രിയേറ്റ് ചെയ്യാണ്. ഒരു മനുഷ്യനെ മനഃപൂർവ്വം ചതിക്കുന്നതിനേക്കാൾ വലിയൊരു നീചപ്രവൃത്തി ഈ ലോകത്ത് വേറെ ഇല്ല. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ബാക്കിലേക്ക് മാറി നിന്ന് വരാം, പിന്നെ മുന്നോട്ട് തന്നെ വരാം. എന്നിട്ട് അവര് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവര് സൗകര്യത്തിൽ ചെരിഞ്ഞ് നിന്നൊടുക്കാം. യുവതിക്കെതിരെ അല്ലാതെയും പരാതികൾ പോയിട്ടുണ്ട്. കേസെടുക്കുമെന്നുള്ള തരത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാ പുരുഷന്മാരും നല്ലവരല്ല, അതുപോലെ തന്നെയാണ് സ്ത്രീകളും. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സാർ ഈ വകുപ്പ്, അല്ലാതെ പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന്. ഒരു കഷ്ണം കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ട നമ്മൾ കാണേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് മണി നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മളെ കൂടെ ഉണ്ടാവും. സൈബർ ആക്രമണത്തിന് പിന്നാലെ ഇൻസ്റ്റഗ്രാം FB അക്കൗണ്ടുകൾ ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് യുവതി. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ.